നമസ്കാരം ചേട്ടാ. ഹലോ. വേണ്ട. ഹലോ. അറിയാമല്ലോ, ഐറ്റം അല്ല നോക്കേണ്ടത്, പ്രൈസ്. അറിയാ, 1500 രൂപയുടെ ഒരു സാധനം കാച്ചട്ടെ. ഒന്ന് പതുക്കെ പറ. അതിലും വില കൂടിയ ഐറ്റം വല്ലതും ഉണ്ടോ നോക്ക്. ഇല്ലല്ലേ, 1500 തന്നെ കൂടിയവൻ. ലൂപ്സി ലോബ്സ്. പേര് വായിക്കൊള്ളുന്നില്ല, നീ എന്നെ വായിക്കേ. ലോബ്സ്റ്റർ ടെർമിനോ. എന്തത്? ഒന്ന് വെറുതെ ഇരിടെ. ഇത് 5 സ്റ്റാർ ഹോട്ടലാ, പഞ്ചാക്ഷത്രം. വുഡ് യു ലൈക്ക് ടു ഹാവ് സംതിങ് ടു ഡ്രിങ്ക് സർ? ലേശം വീശണോന്ന്. എന്നാ അടിച്ച് കോണ്ടിരിയ. വി ഹാവ് ബ്ലഡി മേരി. മേരിയ? ബ്ലാക്ക് ലേബൽ ഓൾഡ് ക്രോ. ഓൾഡ് ക്രോ, വയസ്സൻ കാക്ക. 5 സ്റ്റാർ ഹോട്ടലിൽ വയസ്സൻ കാക്കയോ? നോ താങ്ക് യു. സോ ക്യാൻ യു ടേക്ക് യുവർ ഫുഡ് ഓർഡർ സർ? ഓക്കെ. 3 lobster thermodos. 3 whole lobsters? Are you sure? Yes man, 3 full lobsters. എവിടെ പോയി? ബഷീറെ, ഇപ്പൊ മൊത്തം എത്ര ഡാമേജ് ആയിട്ടുണ്ട്? നോക്കാം. ഓ, ഇത് കണ്ടീഷൻസ്. അത് കാറ്റിപ്പറത്ത്. നമ്മുടെ ടെക്സ്റ്റൈൽസ് ബിസ്, അതായത് നമ്മുടെ സൂട്ട്, ഷർട്ട്, കോട്ട്, തൊപ്പി, കുപ്പി, കുന്തം, വടിച്ചക്രം എല്ലാം കൂടെ ഒരു 30 രൂപ മാറിയിട്ടുണ്ട്. 30,000 എന്ന് പറയടേ, മനസ്സിനൊരു സമാധാനം വരട്ടെ. ഓ ശരി. പിന്നെ റൂം അഡ്വാൻസ് ഒരു 10, ടാക്സിക്ക് ഇറങ്ങിയത് എല്ലാം കൂടി ചേർത്തൊരു 5 വരും. അപ്പൊ നമ്മുടെ വാഹനത്തിന്റെ കാശ്? അത് 10-25 വരും. ഓഹോ. അപ്പൊ എല്ലാം കൂടി 1.5 ലക്ഷം മാറി കിട്ടിയിട്ടുണ്ട്. 1.5 ലക്ഷം? ഒരു ദിവസം കൊണ്ട് 1.5 ലക്ഷം. അപ്പൊ ഇനി ഒരാഴ്ച വേണ്ടി വരില്ല, തീർന്നോളൂ. കുറച്ചുകൂടെ തരാൻ പറയാറുന്നല്ലോടെ. എന്തോ? എടാ ഫെട്ടി, നീ ഭാഗ്യവാനാ. 2 ആഴ്ച കഴിഞ്ഞാ കല്യാണം ഉറപ്പാ. ദേ വരുന്നു ലോബ്സ്റ്റർ ടെർമിഡോസ്. എന്റെ ദൈവമേ, ശവമഞ്ചം മരുന്ന് പോലെ ഉണ്ടല്ലോ. ഇവിടെ ഇവിടെ ഇവിടെ. അളിയത് എന്തോന്നടേ? അളിയായത് കൊഞ്ച. എന്റെ ആയുസ്സിൽ ഞാൻ ഇത്ര വലിയ കൊഞ്ചിനെ കണ്ടിട്ടേ ഇല്ല. നിന്നെക്കാളും വലുതാ. അപ്പോഴേ ഇത് എവിടുന്നാ തുടങ്ങേണ്ട? ഞാൻ കാണിച്ചു തരാം. ഓക്കെ. വലിയ കുഴപ്പമില്ല, തിന്നാം അല്ലേ? കൊള്ളാം. ഉദ്ദേശിച്ച പോലെ വലിയ ഗുണമൊന്നുമില്ലടേ. ഇതിനേക്കാൾ എത്രയോ നല്ലതാണ് നമ്മുടെ മത്തി. എക്സാക്ട്ലി. നമുക്ക് കാശ് ചെലവാകണം, അത്രയല്ലേ ഉള്ളൂ. അത് ചെലവായി. ആ ബില്ലിങ് തരാൻ പറ. ചെക്ക് പ്ലീസ്. ബില്ല് അവിടെ കൊടു. അളിയാ, രൂപ 5600 മാറി കിട്ടി. ഫാസ്റ്റ്. അളിയ ഇതുപോലെ 3 കൂടെ പാഴ്സൽ ചെയ്തുകൊണ്ട് പോവാം. പാഴ്സൽ ചെയ്യണ്ട. Keep the change. എക്സ്ക്യൂസ് മീ സർ, മാനേജർ വിളിക്കുന്നു. വാട്ട്? ബില്ലിൽ എന്തെങ്കിലും പണം ഇനി വേണമായിരിക്കും. ഇനി മിസ്റ്റേക്ക് അറിയില്ല സർ, പ്ലീസ് കം. വാ. ഈ തുണി ഇരിക്കട്ടെ, നിലം തുടയ്ക്കാം. അത് കഴിഞ്ഞ് മുഖവും തുടയ്ക്കാം. ആരാ? ഞാൻ ചിത്രൻ. പത്രോ? അല്ല, ചിത്രൻ, ചിത്രാംഗതൻ, BA എക്കണോമിക്സാ. അതിന്? ഞാൻ മൊബൈൽ വീഡിയോ വേൾഡിന്റെ സോൾ പ്രൊപ്പറേറ്റർ ആണ്. അയ്യോ, ഓട്ടോമൊബൈൽസിന്റെ പണിയൊന്നും ഇവിടെ ഇല്ലല്ലോ. അയ്യോ ചേച്ചി, വാലടക്കല്ലേ. ഓട്ടോമൊബൈൽസ് അല്ല, മൊബൈൽ വീഡിയോസ്. കേറിക്കോട്ടെ. കേറട്ടെ. ഇന്റർനാഷണൽ കളക്ഷൻ ആണ് ചേച്ചി എന്റെ ഉള്ളത്.
മലയാളം, തമിഴ്, തെലുങ്ക്, കന്നഡം, ഗുജറാത്തി, മറാഠി, ഹിന്ദി, ഒറിയ, സിറിയ, മറിയ, ചൊറിയ, ആസാമീസ്, ചൈനീസ്, ഫ്രഞ്ച്, റഷ്യൻ, ഇംഗ്ലീഷ്. അയ്യോ, അങ്ങനെ അന്താരാഷ്ട്ര ഭാഷകളുടെ ഒരു ആഗോള ശേഖരം. പ്രേം നസീറിന്റെ മരുമകൾ തൊട്ട് വിനീതിന്റെ സർഗം വരെ എന്റെ ഉണ്ട്, കാണണോ? പിന്നെ പിള്ളേർക്കുള്ള കാർട്ടൂൺ, കുസ്തി, കരാട്ടെ, മറാട്ടെ, സ്പോർട്സ് മാഗസിൻ, പാമ്പ്. പാമ്പോ? അതെ, പാമ്പ് പോലെ ഇങ്ങനെ എഴയുന്ന ഒരു തരം. ഇതാരാ? ഹസ്ബൻഡാണോ? അതെ. പുള്ളിക്കാരൻ ഇവിടെ ഉണ്ടോ? ഭദ്രേട്ടൻ മോർണിംഗ് ഡ്യൂട്ടിയാ, സ്റ്റേഷനിലേക്ക് പോയിരിക്കാം. 24 മണിക്കൂറിന് 10 രൂപയാണ് വെളിയിൽ. ഇത് 48 മണിക്കൂറിന് ഈ ചിത്രാംഗതന്റെ കാസറ്റിന് വെറും 5 രൂപയുള്ളൂ. ഇരുന്നും കിടന്നും കാണാം. ചേട്ടനും ചേച്ചിയും പുതിയ താമസക്കാരാണെന്ന് മനസ്സിലായി. ഈ ഫ്ലാറ്റിലെ സകലമായ ജനങ്ങൾക്കും ഈ ചിത്രാംഗതനാണ് സപ്ലയർ. ചേച്ചിക്ക് ഏത് കാസറ്റാണ് വേണ്ടത്? ഓ, മൂപ്പർക്ക് സിനിമയിലൊന്നും വലിയ കമ്പമില്ലെന്നേ. അത് മോഹം കണ്ടാൽ അറിയാം. വല്ല കച്ചേരിയോ മറ്റോ ഉണ്ടെങ്കിൽ. അയ്യോ, ഉണ്ട്. MS എടുക്കട്ടെ. മഹാരാജയുടെ സന്താനമായാലോ? SP ബാലസുബ്രഹ്മണ്യത്തിനുണ്ടോ? അയ്യോ, അതിപ്പോ അടുത്ത ഫ്ലാറ്റിലെ ഗണപതി എഴുന്ന വൈഫിന് കൊടുത്തേ ഉള്ളൂ. യേശുദാസിന്റെ തരട്ടെ. കഴിഞ്ഞ ആഴ്ച ഫൈനാൻസിൽ എടുത്താ. ശരി, എന്നാ ഒരെണ്ണം തന്നോ. ഓക്കെ. ഫ്രീ ടൈം സ്റ്റിച്ച് ചെയ്യല്ലേ? വല്ലപ്പോഴും. ഞാൻ ഫുള്ളാക്ക്. ഇതല്ല. ദാ. ഇതെന്താ രണ്ടെണ്ണം? ഇത് കാസറ്റ് വരമാ ചേച്ചി. ഒന്നുക്കൊന്ന് ഫ്രീ. ഒരു കച്ചേരിക്ക് ഒരു കുടുംബചിത്രം ഫ്രീ, ഒരു കുടുംബചിത്രത്തിന് ഒരു ഭക്തിപടം ഫ്രീ, ഒരു ഭക്തിപടത്തിന് സ്റ്റണ്ട് പടം ഫ്രീ. അപ്പൊ കാശ്? കാശൊക്കെ പിന്നെ വാങ്ങിച്ചോളാം. പിന്നെ കാശിലാന്നോ എന്തോ. അല്ല, എന്താ അത്? മമ്മൂട്ടിയുടെ ആത്മകഥ ഉണ്ടല്ലേ? ഉണ്ടല്ലോ, അതാ തൂങ്ങിക്കിടക്കണേ. മോഹൻലാലിൻ്റെതോ? അതുണ്ട്. ഇതാണോ? അല്ലല്ല, അതകത്തുണ്ട്. വീക്ക് ഉണ്ടല്ലോ. ജയലക്ഷ്മി അതുണ്ടല്ലോ. ടുഡേ അതുണ്ടല്ലോ. എന്നാ ഇതെല്ലാം ഞാൻ എടുക്കുക. കളിക്കല്ലേ, പൈസ തരാ കേട്ടോ. എത്ര വേണ്ടി വരും? 1000, 2000, 3000, 5000? കുറേ. ഞങ്ങളുടെ ഇഷ്ടം പോലെ കാശുണ്ടോ. അങ്ങനെങ്കിലും ഒന്ന് ചെലവാകട്ടെ. സാറേ, പടക്കണ്ട്, വേണോ? പടക്കങ്ങളൊക്കെ ഞാൻ വിഷുവിന് വാങ്ങിച്ചോളാം. ആ പടക്കല്ല, ഈ പടക്കം. പിടിയിടെ. അസല് പടക്കം. തണുപ്പുള്ള രാത്രി, വിശാലാക്ഷി വികാര വിവശയായി വിരിച്ചിട്ട കട്ടിലി മലർന്നുള്ള പൈസ എന്നിട്ട് വായിച്ചോളിയാ. തരങ്ങനെ ചിലക്കാടോ. എങ്ങും നിശബ്ദത, നനനനത്ത കാറ്റ്, മാറത്തു നിന്ന് സാരി ഊർന്ന് പറയി വീണു. അവൾ വെറുപെറുത്തു. ഓ, ചേട്ടനൊന്ന് വന്നിരുന്നെങ്കിൽ. പ്ലെയിൻ ലേറ്റാണോ? പ്ലെയിൻ അത്ര ഒന്നുകൂടെ വായിച്ചേ. ചേട്ടൻ വരാറായി. എങ്ങും നിന്നോ ഒരു മോട്ടോർ വാഹനത്തിന്റെ ശബ്ദം. ടപ്പ് 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 ടപ്പ്. അവൾ ജനലിലൂടെ ഏറ്റി വരുന്നില്ല. ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. എന്റെ ചേട്ടൻ വന്നു. വരൂ ചേട്ടാ. കഴിവണം മോനെ. എന്റെ ബ്ലൂഫിലും കൊടുക്കും. എന്റെ സാറേ, ഞാൻ ഇൻസ്റ്റിമാൻ കളർ ഫിലിമാണ് കൊടുത്തത്. അതിൽ ബ്ലൂ ഉണ്ടായിരുന്ന കാര്യം ഞാൻ അറിഞ്ഞിരുന്നില്ല. മേലാൽ ഈ കാസറ്റ് പരിപാടിയായിട്ട് നിന്നെ എവിടെയാണ് കണ്ടുപോയാൽ നിന്റെ നട്ടം ചെയ്യാനൊരു. അതുണ്ടെങ്കിലല്ലേ ഊരിയെടുക്കാൻ പറ്റൂ. എന്ത് പറ്റി? 2 രൂപയ്ക്ക് പറ്റി. ചേട്ടൻ വന്നു, ചേട്ടൻ പോയി. നീ കണ്ടില്ല? കണ്ടു. കളർ പടം ഞാൻ നിർത്തി. ഇനി ബ്ലാക്ക് ആൻഡ് വൈറ്റ്. എന്നെ ആശുപത്രി കൊണ്ടുപോകും. വിഷമിക്കാതെ എന്റെ താമര. എന്ത് പറ്റാൻ? ആ വീരരുദ്രൻ എന്നെ ഒന്ന് പെരുമാറി. ആ വീരഭദ്ര എന്ന സിനിമയിലെ അല്ല പടത്തില് കാസറ്റില് പൈക്കിന്ന് വീണാടി പെണ്ണേ. ഇമോഷണലാകാതെ താമര. കുറച്ച് വെള്ളം ചൂടാക്ക്. മുഴുവൻ പാർട്സ് ഇളകിയെന്നാണ് തോന്നുന്നത്. എന്ത് ചന്തമുള്ള മോക്കായിരുന്നു. അടി വാങ്ങി നിൽക്കട്ടെ. എനിക്ക് പേടിയാവണ്ട. ഞാൻ വരുന്നില്ല. ഞാനിവിടെ ഓരത്തില്ല. ഞാൻ ഇരുന്നോളാം. നിങ്ങൾ നട്ടല്ലില്ലാത്തവർക്ക് ഇവനെയൊക്കെ കൊണ്ട് എങ്ങനെ ഒരു വഴിക്ക് പോകും? പോയി. അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ വിജയൻ കിരീടി. അർജുനൻ ഫൽഗുണൻ പാർത്ഥൻ. ഞാൻ ഒറ്റയ്ക്കായി പോന്നിട്ട് പേടിച്ച് കണ്ണടച്ചിരിക്കുമായിരുന്നു. ഞാനും. എന്താ മോൻ ഇവിടെ?
എന്റെ മൂത്ത സഹോദരന്റെ കല്ലറയിൽ മെഴുതിരി എത്തിക്കാൻ വന്നതാ. ഇന്ന് 8ാം ചരമവാർഷികമാണ്. കഷ്ടം. എങ്ങനാ മരിച്ചത്? ചേട്ടത്തിയുടെ പ്രസവം കഴിഞ്ഞ് വിളിക്കാൻ കോട്ടയത്തുനിന്ന് മാവേലിക്കരയ്ക്ക് പോയതാ. കൈനടി പാലത്തിനടുത്ത് വെച്ച് ആക്സിഡന്റ് ആയി. ചേട്ടന്റെ കൂടെ ബസ്സിലുണ്ടായിരുന്ന 43 പേരും മരിച്ചു. എന്റെ മോനെ എന്തൊരു ചതിവാ കർത്താവ് കാണിച്ചത്. അമ്മച്ചിക്കറിയാതെ മോനെ വെളിയേറി ബാക്കിയുണ്ടെങ്കിൽ ഒരെണ്ണം ഇവിടെയും കത്തിച്ചേക്കണേ. കത്തിക്കാം. ആ ബസ്സിൽ ഞാനും ഉണ്ടായിരുന്നു. എന്റെ അമ്മച്ചി വരണം 10 മണി ആവുന്നേ ഉള്ളൂ. 9:45. വരൂ. എന്താണ് റെസ്പോൺസിബിലിറ്റി ഉള്ള പറ്റി. പോവാം നടക്കൂ. ഇരിക്ക. Sit down. Exactly 10. ഫ്രെഡി എന്നല്ലേ പേര്? അതെ, ഇവരൊക്കെ എന്റെ ഫ്രണ്ട്സാണ്. ഇത് മിസ്റ്റർ ചിത്രാംഗതൻ, ഇത് നമസ്കാരം. ഞങ്ങൾ ചെറുപ്പം മുതലേ ഒന്നിച്ചാണ്. അതെ, മരണത്തിൽ ഒന്നിക്കാമെന്ന് വെച്ചു. സ്വാമി, മോനുവിനെ വിളിക്കൂ. ഫ്രെഡി പോസ്റ്റ് ഗ്രാജുവേറ്റ് ആണല്ലേ? അതെ. എന്തായിരുന്നു സബ്ജക്ട്? എക്കണോമിക്സ്. ധനതത്വശാസ്ത്രം. ഗുഡ്. ഇവരൊക്കെ? ഞാനും BA എക്കണോമിക്സ് സാർ. ഇവന് ഡിഗ്രിയേ ഉള്ളൂ. ഓഹോ, ഡിഗ്രിയിൽ നിർത്തി? അതെ, പ്രീ ഡിഗ്രി. മോളും ഇരിക്കണം. ഇനി കാര്യങ്ങൾ വളച്ചു കേട്ടാതെ പറയാം. ഫ്രെഡിക്ക് എന്റെ മോളെ ഇഷ്ടമാണോ? എന്താ മൗനം? ഫ്രെഡിക്ക് മോനുവിനെ ഇഷ്ടമാണോ എന്ന്? ഇഷ്ടമാണ്. വെൽ, മോൾക്കോ ഫ്രെഡിയെ ഇഷ്ടമല്ലേ? നിങ്ങളിങ്ങനെ രണ്ടുപേരും പാർക്കിലും ബീച്ചിലും ഒക്കെ പരിസരം മറന്ന് റൊമാൻറ്റിക് മൂഡിൽ നടക്കുന്നത് നോ, അതത്ര സുഖമുള്ള കാര്യമല്ല. ഇവിടെ അതിനുള്ള സൗകര്യങ്ങളൊക്കെ ഉണ്ടായിരുന്നല്ലോ ഇവിടെ. അതെന്റെ റെപ്യൂട്ടേഷനെ ബാധിക്കും. അതുകൊണ്ട് ഞാനൊരു തീരുമാനം എടുത്തിരിക്കുക. നിങ്ങളെ രണ്ടുപേരുടെയും കല്യാണം നടത്തിത്തരാൻ. ഇക്കാര്യം ഫ്രെഡിയുടെ മാതാപിതാക്കളുമായിട്ടാണ് ആദ്യം ആലോചിക്കേണ്ടതെന്ന് എനിക്കറിയാം. പക്ഷെ അതിനു മുമ്പ് എനിക്ക് എന്റേതായ ചില പദ്ധതികളുണ്ട്. നിങ്ങൾക്കൊരു മത്സരമെന്നോ എന്റെ വിചിത്രമായ ഒരു തീരുമാനമെന്നോ എന്ത് വേണമെങ്കിലും കരുതാം. എന്നെ സംബന്ധിച്ചിടത്തോളം ബുദ്ധിയും കഴിവും സാമർഥ്യവും സർവോപരി സത്യസന്ധതയും മാറ്റുരച്ച് നോക്കാനുള്ളൊരു സന്ദർഭമാണിത്. എന്താ, നിങ്ങൾ അതിന് തയ്യാറാണോ? തയ്യാറാണ്. എക്സലന്റ്. സാവി, ഓ സാവി തന്നെ നടക്ക. കഴിഞ്ഞു. ജെന്റിൽമാൻ, ഇത് 5 ലക്ഷം രൂപയുണ്ട്. 5 lakhs. പേടിക്കണ്ട, ടാക്സ് കൊടുത്ത പണമാണ്. ഇന്ന് തീയതി 15. 15 വേഴും 24. അതെ, 23. നോ, 22 എന്ന് വെച്ചാ ഒരാഴ്ച. ഈ ഒരാഴ്ച കൊണ്ട് ഈ പണം മുഴുവൻ ചെലവാക്കണം. റെഡി തരിച്ചു വേണമെന്നില്ല.
3 പേരും കൂടെ ചെലവാക്കിയാ മതി. എന്താ ആയിക്കൂടെ? ചെലവാക്കാം സാർ, ഇറ്റ് ഈസ് വെരി ഈസി അല്ലേ? ആ പാട്ടുകാരൻ എന്ത് പറയുന്നു? ചെലവാക്കാം സാർ. ഗുഡ്. അപ്പൊ ഞങ്ങൾ അറിയട്ടെ? എന്താ ധൃതിയുണ്ടോ? ഏത് പദ്ധതിക്കും ചില കണ്ടീഷൻസ് ഉണ്ടാവില്ലേ? യെസ് സാർ. ആ സ്വാമി, ഓ വായിക്ക്. കണ്ടീഷൻ നമ്പർ 1. കണ്ടീഷൻ അല്ല, കണ്ടീഷൻ. അമ്മ അത് തന്നെയാണല്ലോ. കണ്ടീഷൻ നമ്പർ 1. ഷീട്ടുകളി, കുതിരപ്പന്തയം തുടങ്ങി യാതൊരുവിധ ചൂതുകളിക്കും ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ 2. അസന്മാർഗിക നടപടികൾക്ക് ഈ പണം ഉപയോഗിക്കാൻ പാടുള്ളതല്ല. നമ്പർ 3. സ്വർണം, വാഹനം, ഭവനം എന്നിവ വാങ്ങാൻ പാടുള്ളതല്ല. നമ്പർ 4. ബാങ്കിൽ നിക്ഷേപിക്കാൻ പാടുള്ളതല്ല. നമ്പർ 5. ഈ പണം കൊണ്ട് കച്ചവടം തുടങ്ങി മറ്റ് വ്യാപാര സ്ഥാപനങ്ങൾ നടത്താൻ പാടുള്ളതല്ല. നമ്പർ 6. ലോട്ടറി ടിക്കറ്റ് വാങ്ങാൻ പാടുള്ളതല്ല. നീ തൊലഞ്ഞ്. നമ്പർ 7. ഈ പണം ദാനമായി കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ 8. കുടുംബങ്ങൾക്കോ ബന്ധുക്കൾക്കോ അന്യർക്കോ കൊടുക്കാൻ പാടുള്ളതല്ല. നമ്പർ 9. ഒരാഴ്ചത്തെ നിങ്ങളുടെ ഈ ലക്ഷരിയായ ജീവിതത്തിൽ മറ്റാരെയും പങ്കെടുപ്പിക്കാൻ പാടുള്ളതല്ല. നമ്പർ 10. ഈ പണം കത്തിച്ചു കളയുകയോ കുഴിച്ചു മൂടുകയോ തുടങ്ങി മറ്റൊരു വിധത്തിലും നശിപ്പിക്കാൻ പാടുള്ളതല്ല. 10 കണ്ടീഷൻ. 10 കമാൻഡ്മെന്റ്. സാർ മോശയാണോ? മോശം ആ ചോദ്യം. ഞാൻ മിഖായേൽ, കവലിയർ മിഖായേൽ. സ്വാമി, ഓ കണ്ടീഷൻസിന്റെ ഒരു കോപ്പി അവർക്ക് കൊടുത്തേക്കും. അങ്ങനെ കൊടുക്കൂ. ഇതിലടങ്ങുന്ന മറ്റ് 2 കൽപ്പനകൾ കൂടി വായിച്ച് കേൾപ്പിക്കൂ സ്വാമി. ഓ ഇത് കണ്ടീഷൻസിൽ പെടുന്നില്ല. നമ്പർ 1. നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏറ്റവും മുന്തിയ 5 സ്റ്റാർ ഹോട്ടലിൽ താമസിച്ച് ഈ 7 ദിവസം ആർഭാടമായി ജീവിക്കാവുന്നതാണ്. സഞ്ചരിക്കാൻ ഒരു കാർ വാങ്ങാം. വില 25,000 കൂടാൻ പാടില്ല. നമ്പർ 2. ഏറ്റവും വില കൂടിയ വസ്ത്രം, ആഹാരം, മദ്യം തുടങ്ങി നിബന്ധനയിൽ ഉൾപ്പെട്ട രീതിയിൽ ചെലവഴിക്കാവുന്നതാണ്. പക്ഷേ 7 ദിവസത്തേക്ക് മാത്രമാണ് ഈ ലക്ഷറി ജീവിതം. എന്താ ഫ്രെഡി, കണ്ടീഷൻസ് അക്സെപ്റ്റബിൾ അല്ലേ? യെസ് സർ. ഗുഡ്. എടുത്തോ. 1 minute. ബ്രൗൺ കാറ്റ്. നിങ്ങൾ വിചാരിക്കും ഞാൻ ഈ പണവും തന്ന് നിങ്ങളെ അയച്ചിട്ട് ഇവിടെ ഇങ്ങനെ വെറുതെ ഇരിക്കൂ. നോ. ഇനിയുള്ള നിങ്ങളുടെ ഒരാഴ്ചത്തെ നീക്കങ്ങൾ സസൂക്ഷ്മം പരിശോധിക്കാൻ ഞാൻ ഏർപ്പാട് ചെയ്ത സ്പെഷ്യൽ സ്ക്വാഡാണ് ബ്രൗൺ കാറ്റ്. ഓക്കെ ജെന്റിൽമാൻ. ബെസ്റ്റ് ഓഫ് ലക്ക്. മോനെയും കാണാനില്ല, മോനെ അന്വേഷിച്ചു പോയ തന്തേനെയും കാണാനില്ലല്ലോ എന്റെ കർത്താവേ. അങ്ങോട്ട് മാറി നിൽക്ക് പോയി. തമ്പി വന്നിട്ട് നേരെ എത്രയായി? ചേട്ടൻ ഡാൻസ് ക്ലാസ്സിൽ കാണുമോ? അപ്പച്ചൻ അങ്ങോട്ടല്ലേ പോയത്? ആർക്കറിയാം ക്ലാസ്സിലേക്കാണോ ഷാപ്പിലേക്കാണോ പോയേക്കണെന്ന്? ഇതാരാണ് ആശാനെ ഈ പായലെല്ലാം കൂടെ ഒന്ന് വിളിച്ചത്? എന്റെ അപ്പ മത്തായി. അപ്പത് വേറെ പണിയില്ലാഞ്ഞിട്ട്. വെള്ളമെടുക്കട്ടെ. ആ എന്റെ മാതാവേ, കാല് കുഴയണന്റെ ആശാനെ പിടിക്കണ. ഓടാഘോഷവ 2 ഇഞ്ച് വില ചവിട്ടിപ്പൊളിച്ച കാലാണ്. ചിലപ്പോ കുഴയും. ഇത് പിടി. പിന്നെ വേണമെങ്കിൽ നീ ഒന്ന് പിടിച്ചോ ഒരു ബലത്തിന്. ഇതിന് ശരീരം അങ്ങോട്ട് കയറ്റി. ആ കയറി ഇല്ലേ പോണതാര്? കൊച്ചു പണിക്കണ്ട എന്തെടുത്തു പോട്? പട്ടമെടുത്ത് പോണ് മടിയിലെന്ത്? നരിപ്പയറ്. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടാൻ. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടാൻ. എന്തിനു കൂട്ടാൻ? കല്ലിന് കൂട്ടണ്ട. ചവിട്ട് വരുന്നില്ല. പാട്. ആശാനെ ഭവനമെത്തി വട്ടം നിൽക്കണ് കിടത്തി. എന്റെ കർത്താവേ, ചെറുക്കനെ വിളിക്കാൻ പോയ മനുഷ്യന്മാരുടെ പാട് കണ്ട? നിങ്ങൾ ഫ്രെഡിയെ കണ്ട? അവനവിടെ ഇല്ലടി. എവിടെ ഷാപ്പിലാ? ആ
നീ നിന്റെ കുടുംബത്തായിട്ട് പോയിക്കേ. എടി വിരോ, അവനെന്റെ സ്വന്തം ശിഷ്യനാ കേട്ടാ. എടാ പോകാനാ പറഞ്ഞേ. ആശാനെ ഞാൻ പോട്ടാ. ആ, ദാ, ദാ. അത് തന്നേച്ചു പോടാ. എന്റെ കർത്താവേ, ഈ മനുഷ്യനെ കൊണ്ട് ഞാൻ തോറ്റു. തോക്കാനെ കണ്ട് നിന്നാടി ഞാൻ ഗുസ്തിക്ക് വന്നില്ലല്ലോ വിരോണി. ദേ എന്റെ വായിന്ന് ചൊറിഞ്ഞു വരണുണ്ട് കേട്ടാ. എന്റെ വായിന്ന് പതഞ്ഞാണ് പറഞ്ഞത്. കള്ളിന്റെ പറയായിരിക്കും. ഒരു ചവിട്ട് വെച്ച എണ്ണ ഉണ്ടല്ല. ആ ചവിട്ടി ചവിട്ടി ഈ കുടുംബം ഒരു ഭാഗമായി. എടി 1981 മുതൽ കാർൽമാന്റെ ഒറ്റവേഷത്തിൽ തട്ടുപൊളിച്ച മഹാനായ ഒരു കലാകാരനടി ചവിട്ട് ചീക്കു. അന്ന് തുടങ്ങിയ ചവിട്ടല്ലേ. 4 മുറി പേടിയുള്ളത് കൊണ്ടും ചെറുക്കൻ ചവിട്ടി 4 കാശ് സമ്പാദിക്കുന്നത് കൊണ്ടും. എടി വിരോ, അവനെന്റെ സ്വന്തം മോനാ. നിങ്ങളുടെ മാത്രം. നീ അതേ പറയുള്ളൂ. ഊനമ്മോവിനെ പട്ടയമച്ചന്റെ കുസുഞ്ഞക്കാരന്റെ മോൾ അല്ലേടി നീ. അതല്ലേ 3 നേരം പുഴുങ്ങി വായിക്ക് രുചിയായിട്ട് വെച്ച് വിളമ്പി തരണത്. എന്നെ കൊണ്ട് പറയിക്കണ്ട. കുഴിവെട്ടിയോസിന്റെ ആടി എടി 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 എന്റെ അപ്പം കുഴിവെട്ടിയോസോ തന്നെയാടി. അപ്പന് പറയണ. അമ്മച്ചി നിർത്തുന്നുണ്ടോ? ശ്ശോ. ഞാൻ വെറും ഒരു കുസീഞ്ഞക്കാരി. കറിക്ക് എന്ത് കിട്ടി വീരോ? ഇച്ചിരി ചാള. ആ ചാളയാറുന്നാ. എന്നാ മാങ്ങായിട്ട് കൊതപ്പീര്. എന്നാ കണ്ടിട്ടില്ലേക്ക് 1 ദിവസമായി. എവിടെ നടക്കുവാ? ഫുൾ ടൈം ബിസി അല്ലേ. റിലീസ് ചെയ്യാണ്ടിരിക്കുന്ന പടങ്ങളാണ് കയ്യില്. ഇരുന്ന് തിരിയാൻ നേരമില്ല എന്റെ താമരെ. ഇതെന്താ ചേട്ടാ? ഇതാണ് VCR. കുത്തനെ പിടിക്കാനാ? എടി പെണ്ണെ, സിനിമ പടം ചെറുതായിട്ട് കാണിക്കുന്ന മെഷീൻ അല്ല മോട്ടോർ. അപ്പൊ ക്രോപ്റ്റനായിരിക്കും. എന്റെ മെഷീനും ക്രോപ്റ്റനാ. ആണോ? ആ. അത് ISI മാർക്കുണ്ടോ? മിക്കവാറും കാണുമില്ല. സമയം പോണൊന്ന് വേഗം പൊടിച്ചതാ. അതെ, സ്വല്പ സമയം പോകും. സൗകര്യം ഉണ്ടെങ്കിൽ നിന്നാ മതി. താമരെ, നീ പോയി അവരുടെ അരി ഇടിച്ചു കൊടുത്തു കൊടുക്കും. ഞാൻ പോയിട്ട് പിന്നെ വരാം. ചേട്ടാ, എന്റെ വിഷമം ചിത്രത്തിനറിയോ? ഇന്നലെ ഉച്ച മുതൽ ഞാൻ തീ തിന്നു. ദിവസവും 3 നേരം മുടങ്ങാതെ കൃത്യമായി ദർശനം തന്നിട്ടാണോ ബ്യൂട്ടി നിന്റെ ഈ വിരഹ ദുഃഖമേ? ചേട്ടൻ വരുന്നു. ഞാൻ ഏതോ പിച്ചക്കാരൻ വരുന്നതാണ് വിചാരിച്ചത്. ഈ നട്രാവേലത്തി എവിടെ തെണ്ടാൻ പോയിരിക്കായിരുന്നു? എടാ ചിത്രാംഗത, നീ ഗൾഫിൽ പോകണമെന്ന് കേട്ടല്ല. അത് ഞാനല്ലളിയാ, നമ്മുടെ ഫ്രെഡിയാ. അതെ, ഈ അളിയാന്നുള്ള വിളിയൊക്കെ കല്യാണം കഴിഞ്ഞിട്ട് മതി. ഇപ്പൊ തൽക്കാലം ഭാസമ്മ എന്ന് വിളിച്ചാൽ മതി. ശരി, ഭാസമ്മ. അച്ഛനും അമ്മയായിട്ട് താമരയ്ക്ക് ഞാൻ മാത്രമേ ഉള്ളൂ. ഇവളുടെ കല്യാണം ഒന്ന് കണ്ടിട്ട് വേണം എനിക്ക് സമാധാനമായിട്ട് അന്ത്യശ്വാസം വലിക്കാൻ. അതിന് ഭാസമ്മയ്ക്ക് അന്ത്യശ്വാസം വലിക്കാനുള്ള ധൈര്യമോ ശേഷിയോ ശ്വാസമോ ഒന്നും ഇല്ലല്ലോ. നീ എന്നാ അവളെ കെട്ടാൻ പോണത്? കെട്ടാൻ പോണോ? അതെനിക്കിപ്പോ അറിയണം. അല്ല, അതിപ്പോ അറിയാൻ 15ക്ക് 10 ഒരു കട തുടങ്ങിയിട്ട് പോരേ കല്യാണം? ഇതുപോലെ 10 VCR തിരികെ വെക്കാനുള്ള സ്ഥലം ഉണ്ടാക്കിയിട്ട് പോരേ മാരേജ്? പോരാ, ആണായിട്ടും പെണ്ണായിട്ടും എനിക്ക് ഒരു അനിയത്തേ ഉള്ളൂ. വിവരം അവരെ അറിയിക്കണം. എന്നിട്ട് മതി തമ്മി കാണലൊക്കെ. ചേട്ടൻ എന്നെ കാണിക്കാമെന്ന് പറഞ്ഞ ആ ഇംഗ്ലീഷ് പടം കൊണ്ടുവന്നിട്ടുണ്ടോ? അതിനല്ലേ ഞാൻ ഇത് തൂക്കി ഇറങ്ങിയത്. പറഞ്ഞാലൊക്കെ പിന്നെ മതി. നീ പോയി ഇടിച്ചോടി കൊടുക്കടി. പോകാം. ഇപ്പൊ പോകാം.